ഗായ്സ്, അപ്പോൾ നമ്മൾ മാപ്സ്റ്റിക് മീഡിയയ്ക്ക് എടപ്പള്ളിയിൽ ചെറിയൊരു ഓഫീസ് പോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഞാനും സനയും പോയി ജസ്റ്റ് അവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അവിടെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനായിരുന്നു, വീട്ടിലുണ്ടായിരുന്നതും പിന്നെ സോഫയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ സെറ്റ് ചെയ്യണം. നമ്മുടെ കൂടെ ആച്ചിയുണ്ട്, സനയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ സാധനങ്ങൾ കുറച്ച് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ സോഫ ഓഫീസിൽ തന്നെ ഇരിപ്പുണ്ട്. വനിതാ തിയേറ്ററിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഓഫീസ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇൻ്റർവ്യൂ ഒക്കെ എടുക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്നുള്ളതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ എടുത്തത്. അതുമല്ല വേറൊരു കമ്പനിയായിട്ട് നമ്മൾ കൊളാബും ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വർക്കുകളൊക്കെ ഇനി വരുന്നുണ്ട്. ഞാനെന്താ പറയാനായിരിക്കൊന്നും പറയാനൊന്നുമല്ല. കാഴ്ച ഇവർ പണിയെടുക്കുവാണ്. ഒരു പണിയെടുക്കാതെ വെറുതെ നിൽക്കുവാണ് അല്ലേ? മറ്റേ കോർഡിനേഷൻ പറയില്ല, അതേപോലെ അത് ചെയ്യ്, ഇത് ചെയ്യ്, ഇങ്ങനെ ചെയ്യ്, അങ്ങനെ ചെയ്യ്. അത് മാത്രമാണ് സനയുടെ നിലപാട്. അവൻ ചെയ്ത് തരില്ലെന്ന് അവന്റെ പൈസ ഒന്നും ഇല്ലാത്തവരെ അവൻ ചെയ്ത് തരില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം വരുന്നത്. ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വാളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇവിടെ ഡിസൈൻ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഓഫീസ് എടുത്തിട്ട് 2 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഇനി ഒരുപാട് ഡെക്കറേഷൻ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മൾ അനന്തുവിൻ്റെ ബൈക്ക് എടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്കിനി പോയിട്ട് വരാം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഓഫീസ് വരുന്നത്. ഈ ഒരു ബിൽഡിങ്ങിൽ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് വരും. അവിടെ വേറൊരു ചാനലുണ്ട്, ദ വിഷൻ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാരിയറ്റ് കാണാൻ പറ്റും. മാരിയറ്റ് ഹോട്ടൽ ഇത് അവിടെ ഉണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റ് വരുന്നത് അവിടെ ആയിട്ട് വരും നമ്മുടെ വനിതാ തിയേറ്റർ. അനന്ത് വരാൻ ഏകദേശം 1 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളിവിടെ ചായ കുടിച്ച് കളിക്കുകയാണ്. ഒരു റൗണ്ട് കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവരെ കൂടെ ബില്ല് കൊടുപ്പിക്കാൻ 1000 രൂപയുടെ ബില്ല്. അങ്ങനെ 1.5 മണിക്കൂർ ഒരു ഹോട്ടലിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഇത് ഇറങ്ങിയിരിക്കുന്നു. എത്ര സന ബില്ല്? 520. അതായത് 4 ബിരിയാണി കഴിക്കാനുള്ള പൈസ നമ്മൾ 1.5 മണിക്കൂർ ഒരു ഹോട്ടലിൽ ടൈം സ്പെൻഡ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഗായ്സ്, അപ്പോൾ അനന്തുവിന് ബൈക്ക് എടുക്കാൻ നോക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഗായ്സ്, നമ്മൾ ഇവിടെയാണ് റോയൽ ഡീലർ HMTയിലാണ്. ഈ RS ഒക്കെ ഇരിക്കുന്നുണ്ട്. മറ്റേ നമ്മുടെ അവഞ്ചർ ഹാർലി ഡേവിഡ്സൺ. ഗായ്സ്, അനന്ത് ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ വേണ്ടി പോകുകയാണ്. ഹോണ്ടയുടെ CB 350 RS. ഗായ്സ്, ആറ്റി ജാവ മേടിക്കാൻ പോവാണ്. ജാവ പെറാക്ക എടുക്കാൻ വേണ്ടിയിട്ട്. വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഗായ്സ്, അപ്പോൾ അജുവിന് വണ്ടി ഇഷ്ടപ്പെട്ടു. ഗായ്സ്, അനന്തുവിൻ്റെ ബൈക്ക് നോക്കിക്കഴിഞ്ഞ് നമ്മുടെ സീപോർട്ട് എയർപോർട്ട് കഫേയിൽ ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. അത് രാത്രി 11 കണ്ടോ? ഇപ്പോൾ സമയം ഏകദേശം 12 മണിയായി. ഈ നാറിയൊക്കെ 9 മണിക്ക് പോരാന്ന് പറഞ്ഞോണ്ടിരുന്ന മോനാ. 12 എപ്പോഴെങ്കിലും എത്തി. ഇവിടെ വരെ 40 മിനിറ്റ് ഉള്ളൂ. 2.5 മണിക്കൂർ എടുത്തു ഇവിടെ എത്താൻ. എനിക്കറിയാൻ പാടില്ല. ഗായ്സ്, അപ്പോൾ നമ്മൾ അൽഫാമും ഫ്രൈഡ് റൈസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ പെരി 2. ഈ പൊട്ടനാണ് ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തേക്കുന്നത്. കാണാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. അവൻ കഴിക്കില്ല. ഗായ്സ്, അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു.
നമ്മളിനി വീട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ സമയം ഏകദേശം 12:30 കഴിഞ്ഞു. ഗായ്സ്, അപ്പോൾ നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ വേറെ ആരുമല്ല, എൻ്റെ അച്ഛനെ തന്നെയാണ് നമ്മൾ ആദ്യത്തെ ഇൻ്റർവ്യൂ എടുക്കുന്നത്. അങ്ങനെ ഇനാഗുറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അച്ഛൻ എന്ന് പറയുന്നത് ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി. കണ്ടോ, പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇന്നും അവർ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കേരളത്തിലെ പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ ജനവിഭാഗങ്ങളെ അധികാരത്തിൽ വന്ന് അവർക്ക് ഭൂമികൾ നൽകിക്കൊണ്ട് കേവലം അഭിപ്രായങ്ങളും നിങ്ങളുടെ പുതിയ അറിവുകളും ഒക്കെ നമ്മളോട് ഷെയർ ചെയ്യാം. അപ്പോൾ പുതിയൊരു എപ്പിസോഡുമായി അത് പോയി പുതിയ സിനിമ വിശേഷം അതാണ് പറഞ്ഞത്. ഗായ്സ്, അപ്പോൾ നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ഇൻ്റർവ്യൂവും എടുത്തു, ഫസ്റ്റ് കണ്ടന്റ് വീഡിയോ എടുത്തു. ഇപ്പോൾ നമ്മളിത് അനന്തുവിനെ പിക്ക് ചെയ്യാൻ വേണ്ടി ഇന്നലെ പോയ പോലെ കാക്കനാട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവനിപ്പോൾ ഇന്നലെ നമ്മൾ കണ്ട ബൈക്ക് തന്നെ എടുക്കണമെന്ന് ഉള്ളൊരു ആഗ്രഹം ഇപ്പോൾ പറഞ്ഞതുകൊണ്ട് നമ്മൾ വീണ്ടും ബൈക്ക് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് അനന്തു ബൈക്ക് മേടിക്കുന്നത് കാണാം. അങ്ങനെ നമ്മൾ വീണ്ടും ബൈക്ക് എടുക്കാൻ വേണ്ടി റോയൽ ഡീലർ പ്രീമിയം പ്രീ ഓൺഡ് മോട്ടോർ സൈക്കിൾസിലെത്തിയിരിക്കുകയാണ്. സനയുണ്ട്, ആച്ചിയുണ്ട്, അനന്തമുണ്ട്. അനന്തിന് ലോൺ പാസ്സായി. അങ്ങനെ അനന്ത് ബൈക്ക് എടുക്കുന്നതാണ് ഗായ്സ്. കണ്ടോ ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ച വണ്ടി, ഹോണ്ട CB350 RS. അനന്തോടെ പേപ്പർ വർക്കിലാണ് ഗായ്സ്. അപ്പോൾ അനന്തു അങ്ങനെ ബൈക്ക് സ്വന്തമാക്കാൻ പോകുന്നു. നിന്റെ ഫോണിൽ റീൽ എടുക്കാൻ ഞാൻ പറഞ്ഞിട്ട് അനന്തുവിൻ്റെ ഫോൺ മേടിക്കുന്ന എന്തൊക്കെയോ കാര്യമായിട്ട് അടക്കാം. കിട്ടുന്നുണ്ട്. ഓടിക്കണ്ട കൊടുക്ക. പവറുള്ള കേട്ടോ, പക്ഷേ എൻ്റെ ബൈക്കിനേക്കാളും കൂടുതൽ പവറുണ്ട്. എൻ്റെ തന്നെ സെയിം. ഗായ്സ്, അച്ഛൻ അങ്ങനെ സ്റ്റൈലായിട്ട് വണ്ടി ഓടിച്ച് വരുന്നുണ്ട്. ഗായ്സ്, അമ്മ അതിന്റെ മുകളിൽ കയറണം, ആനപ്പുറത്ത് കയറാൻ നോക്കണ്ട്. മറിയൊന്നുമില്ല. അവിടെ ചവിട്ടേ കയറണ്ട, അല്ലാണ്ട് അത് കാല് പൊക്കി കയറല്ല. ആനപ്പുറത്ത് കയറണ ബൈക്കിന്റെ മുകളിൽ കയറി ഇരിക്കണ്ട കേട്ടോ. ഇനി ഇറങ്ങണ എങ്ങനെയാണെന്ന് അറിയില്ല പുള്ളിക്കാരി. മറ്റു ഭാഷകൾക്ക് ഈ സീരിയലിന് ഒരു ഭയങ്കര ഗ്രാൻഡ് ലോഞ്ച് ഉണ്ടായിരുന്നു. ഏഷ്യാനെറ്റ് അങ്ങനെ ഒരു സീരിയലിന് ഇതുവരെ അങ്ങനെ ഒരു ഇത്ര ഒരു ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തിട്ടില്ല. അതിന്റെ പിന്നിൽ അത്ര എഫേർട്ട് ഉണ്ട്. ചാനൽ എന്ന് പറയാം